ഹലോ ഹായ് വെൽക്കം ബാക്ക്. നിങ്ങൾ എക്സാമിന് മുമ്പ് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നൊക്കെ എപ്പോഴും ചോദിക്കുന്ന ബുദ്ധിസം, ജൈനിസം ആ ഏരിയയിലെ ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ആ ഏരിയ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോകണം, നല്ലതല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ജൈനിസത്തെക്കുറിച്ചാണ്, ജൈനമതത്തെക്കുറിച്ചാണ്. നമുക്കറിയാം ജൈനമതം എന്ന് പറയുന്നത് അറൌണ്ട് 24 അല്ലെങ്കിൽ 24 സന്യാസിമാർ അഥവാ 24 തീർത്ഥങ്കരന്മാരിലൂടെ വന്ന ഒരു റിലീജിയനാണ് എന്ന് നമുക്കറിയാം. സോ അതിൽ 24th തീർത്ഥങ്കരയാണ്, 24ാമത്തെ സന്യാസിയാണ് ആര്? വർദ്ധമാന മഹാവീരൻ. അദ്ദേഹത്തിലൂടെയാണ് ഈ ഒരു റിലീജിയൻ എന്ത് ചെയ്തിട്ടുള്ളത്? കൂടുതൽ സ്പ്രെഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? ഹി വാസ് ബോൺ ഇൻ കുണ്ടലഗ്രാമ നിയർ വൈശാലി ഇൻ ബീഹാർ. ബീഹാറിലെ വൈശാലിയിലെ കുണ്ടഗ്രാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? വർദ്ധമാന മഹാവീരൻ അല്ലെ? നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, വൈശാലിയിൽ ജനിച്ചതാണ്. അദ്ദേഹത്തെ ജിന എന്നും മഹാവീര എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം മരിച്ചുപോയത് അല്ലെങ്കിൽ നിർവ്വാണം പ്രാപിച്ചത്, ഇത്തരം ആളുകൾ മരിച്ചുപോയാൽ നിർവ്വാണം പ്രാപിച്ചു എന്നാണ് പറയുക. അതെവിടെയാണ്? അത് പാവ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? അത് പാവ എന്ന് പറയുന്ന സ്ഥലത്തുമാണ്. ജൈനമതത്തിന്റെ ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം, ജൈനമതത്തിന്റെ ആശയങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ആശയമാണ് ഇൻ ദിസ് വേൾഡ് എവ്രിതിങ് ഹാസ് ലൈഫ്. ഈ ഭൂമിയിൽ എല്ലാത്തിനും എന്തുണ്ട്? എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ഡു നോട്ട് ഹാം എനി ലിവിംഗ് ബീങ്. ജീവനുള്ള ഒന്നിനെയും കൊല്ലാൻ പാടില്ല. ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ. നമ്മുടെ കർമ്മങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കും നമ്മുടെ ജന്മവും പുനർജന്മവും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ജൈനമതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ട്. എന്താണ് ആ 3 കാര്യങ്ങൾ? ത്രിരത്നാസ് എന്നാണ് നമ്മൾ പറയാ. ജൈനമതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ ജൈനമത വിശ്വാസ പ്രകാരം നമുക്ക് മോക്ഷം കിട്ടാൻ, അല്ലെ, നമ്മൾ മരിച്ചുപോയി നമുക്ക് മോക്ഷം, സാൽവേഷൻ കിട്ടാൻ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യണം. അതിനെ ത്രിരത്നാസ് എന്നാണ് പറയാ. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം, ശരിയായ ഒന്ന് കമന്റ് ചെയ്യട്ടോ അതെന്താന്നുള്ളത്. ആ ത്രിരത്നങ്ങൾ പഠിച്ചു വെക്കണം. നോക്കിയാൽ നിങ്ങൾ ഏതൊക്കെയാണ്? റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ അല്ലെ? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇത് നിർബന്ധമാണ് ഒരു ജൈനമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ജൈനമത വിശ്വാസികൾ കളവ് പറയാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5 കാര്യങ്ങൾ പഠിച്ചു വെക്കണം അല്ലെ? അടുത്ത് നമ്മൾ പറഞ്ഞു ബുദ്ധമതമാണ്. ബുദ്ധ സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് സാക്രിഫൈസ് അട്രാക്റ്റഡ് ദോസ് ഹു വേർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. നമുക്കറിയാം ഇത് ബുദ്ധനാണ്. ബുദ്ധന്റെ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആരെയാണ്? കർഷകരെയാണ്. അന്നത്തെ കാലത്ത് എന്തുണ്ടായിരുന്നു? ഈ ആനിമൽ സാക്രിഫൈസ്, മൃഗങ്ങളെ ബലിയെറുത്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതിനൊക്കെ ആര് എതിർത്തു? ഈ ബുദ്ധൻ എതിർത്തിരുന്നു എന്നുള്ളതാണ്. ബുദ്ധ സ്പ്രെഡ് ഹിസ് ഐഡിയാസ് ഇൻ പാലി, ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. സാധാരണക്കാര ഭാഷയായ പാലി ഭാഷയിലാണ് ബുദ്ധൻ സംസാരിച്ചിരുന്നത്. ആൻഡ് ബുദ്ധനെ കുറിച്ച് നമ്മൾ പറയുന്നു അല്ലെ, ബുദ്ധന്റെ ശരിക്കുള്ള പേരെന്താണ്? സിദ്ധാർത്ഥ എന്നാണ് അല്ലെ? അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? നേപ്പാളിലെ കപിലവസ്തുവിലെ ലുംബിനിയിലാണ്. അറ്റൈൻഡ് എൻലൈറ്റൻമെന്റ് അറ്റ് ബോധ്ഗയ, ബീഹാർ. ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം എന്ന് വെച്ചാൽ മാറ്റങ്ങൾ ഉണ്ടായത് അല്ലെ. ഒരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വ്യക്തി ബുദ്ധനായി മാറിയത് അവിടെ വെച്ചാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രസംഗം, ഫസ്റ്റ് സെർമൺ എന്ന് പറയുന്നത് സാരാനാഥിൽ വെച്ചാണ് അല്ലെ. നിർവ്വാണം പ്രാപിച്ചത് എവിടെയാണ്? കുശി നഗരത്തിൽ വെച്ചുമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ബുദ്ധാസ് പ്രിൻസിപ്പിൾ കൂടി നമ്മൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോ. ജീവിതം മുഴുവൻ ദുഃഖമാണ് എന്നാണ് പറയുന്നത്. ആര്? ജീവിതം മുഴുവൻ ദുഃഖമയമാണ്. ഡിസയർ ഈസ് ദ കോസ് ഓഫ് സോറോ. ആശയാണ് ദുഃഖത്തിന് കാരണം. മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങളാണ് ഈ ദുഃഖം ഉണ്ടാവാൻ കാരണം. ഇഫ് ഡിസയർ ഈസ് ഡെസ്ട്രോയിഡ്, നമ്മുടെ ആഗ്രഹങ്ങൾ നശിച്ചാൽ ദുഃഖങ്ങളും ഇല്ലാതാവും എന്ന് പറയുന്നു. ടു അച്ചീവ് ദിസ്, അത് നേടിയെടുക്കാൻ 8 ഫോൾഡ് പാത്ത്, അഷ്ടാംഗ മാർഗം സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ജീവിതം മൊത്തം സങ്കടമാണ്. സങ്കടം മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? നമ്മൾ ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങൾ, സങ്കടം ഉണ്ടാവാൻ കാരണം. ആഗ്രഹങ്ങൾ നശിപ്പിച്ചാൽ അല്ലെ ദുഃഖങ്ങൾ ഇല്ലാതാവും. അതിന് അഷ്ടാംഗ മാർഗം സ്വീകരിക്കണം. 2 കാര്യം കൂടി ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് സ്തൂപ, ബുദ്ധമത സ്തൂപം. രണ്ടാമത്തത് എന്താണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ സംഘ. സംഘ അല്ലെങ്കിൽ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഘാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം. ബുദ്ധമതം പ്രചരിപ്പിക്കാനുള്ള ടീമാണ് സംഘം. സ്തൂപം എന്ന് വെച്ചാൽ ബുദ്ധന്റെ ശവശരീരമോ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ വെച്ച് അത് അടക്കം ചെയ്യും. അതിന് മുകളിൽ ഉണ്ടാവുന്ന കെട്ടിടങ്ങളെയാണ്, ബിൽഡിങ്സിനെയാണ് നമ്മൾ സ്തൂപ എന്ന് പറയുന്നത്. സോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ബാക്കി നമുക്ക് ലൈവിലും സംസാരിക്കാം. വീണ്ടും കാണാം. ബൈ.